നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിമയ വിപണിയിൽ ഡോളറുമായുള്ള ദ്വന്ദ്വയുദ്ധത്തിൽ ജപ്പാനീസ് നാണയത്തിന് കാലിടറി. യെന്നിൻ്റെ മൂല്യം 8 മാസത്തെ ഏറ്റവും ദുർബലമായ 153ലേക്ക് ഇടിഞ്ഞത് വിദേശ നിക്ഷേപകരെ റബ്ബറിലേക്ക് ആകർഷിച്ചു. ഏപ്രിലിൽ ഡോളറിന് മുന്നിൽ 140ലേക്ക് ശക്തി പ്രാപിച്ചിരുന്ന യെന്നിൻ്റെ മൂല്യം ഒസാക്ക എക്സ്ചേഞ്ചിൽ വാരമധ്യം റബ്ബറിൽ വാങ്ങൽ താൽപ്പര്യം അനുഭവപ്പെട്ടു. മാർച്ച് അവസാനം കിലോ 344 യെൻ വരെ കയറി ഇടപാടുകൾ നടന്ന റബ്ബർ കഴിഞ്ഞ വാരം 294 യെന്നിലേക്ക് ഇടിഞ്ഞിരുന്നു. ചൈന വിപണി ദേശീയ അവധി മൂലം ഒരാഴ്ച പൂർണ്ണമായും പ്രവർത്തനരഹിതമായതിനാൽ വ്യവസായികൾ ആഗോള റബ്ബർ മാർക്കറ്റിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ വില തകർച്ച ഓപ്പറേറ്റർമാരെ ഒസാക്കയിൽ വാങ്ങലുകാരാക്കിയത് റബ്ബറിനെ കിലോ 314 യെൻ വരെ ഉയർത്തി. ലാഭമെടുപ്പിൽ ക്ലോസിംഗിൽ നിരക്ക് 310 യെന്നിലാണ് ഫെബ്രുവരി അവധി. വിപണിയുടെ സാങ്കേതിക വശങ്ങൾ നൽകുന്ന സൂചനകൾ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് അത്ര ശുഭകരമല്ല. നിലവിൽ 324 യെന്നിൽ ശക്തമായ പ്രതിരോധം തലയുയർത്തുന്നത് ഓപ്പറേറ്റർമാരെ വീണ്ടും ലാഭമെടുപ്പിന് പ്രേരിപ്പിക്കാം. അതേസമയം മാസമധ്യം വരെ ശക്തമായ മഴ തുടരുമെന്ന തായ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ് റബ്ബർ ക്ഷാമം തായ്ലൻഡിൽ സൃഷ്ടിക്കാം. ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ ഒക്ടോബർ ഷിപ്പ്മെൻറ്റുകൾ യഥാസമയം പൂർത്തിയാക്കാൻ കയറ്റുമതി മേഖലയ്ക്കാകുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ബാങ്കോക്കിൽ റബ്ബർ കിലോ 180 നിന്നും 182 രൂപയായി ഉയർന്നത് ഇന്ത്യൻ വ്യവസായികളെ ആഭ്യന്തര മാർക്കറ്റിലേക്ക് അടുപ്പിച്ചു. വാരത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ നേരിയ റേഞ്ചിൽ നീങ്ങിയ 4ാം ഗ്രേഡ് ശനിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ 187 രൂപയിലും 5ാം ഗ്രേഡ് 184 രൂപയിലുമാണ്. ന്യൂനമർദ്ദ ഫലമായി സംസ്ഥാനത്ത് രാത്രി മഴ കനത്തതിനാൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പുലർച്ചെ റബ്ബർ ടാപ്പിംഗിൽ നിന്നും വിട്ടുനിൽക്കാൻ ഉൽപ്പാദകർ നിർബന്ധിതരായി. ഡോളർ ശക്തമാക്കാൻ അമേരിക്ക നടത്തിയ നീക്കം ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര മേഖലയ്ക്ക് ഊർജം പകർന്നു. ഇന്ത്യൻ വ്യവസായികൾ വില ഉയർത്തി ഷീറ്റ് ശേഖരിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.